ഹായ് കൂട്ടുകാരെ, ഞാൻ പുതിയൊരു ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ഇത് മിഠായി ആണെന്നൊക്കെ തോന്നും. മിഠായി പോലെയാണ് ഇരിക്കുന്ന സംഭവം. ഇതുപോലെ ഒരു മിഠായി ഉണ്ടല്ലോ, കമ്പ് മിഠായി. നമ്മൾ കഴിക്കുക ഇതേ കളറിൽ ഇതേ പൊസിഷനിലൊക്കെ ഉള്ളൊരു മിഠായി ഉണ്ട്, നമ്മളെല്ലാവരും വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മിഠായി അല്ല. ഇത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന അത്യപൂർവമായ എന്ന് പറയുന്നത് പോലെ ഔപചാരികമായിട്ട് പറഞ്ഞാൽ നമ്മളെ ഉത്സവ സീസണാണ്. അപ്പോൾ ഉത്സവ സീസണിൽ ഉത്സവപ്പറമ്പുകളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഞാൻ ഗുരുവായൂരിൽ കൊണ്ടുവന്നതാണ്. ഇവിടേക്ക് ഇനിയിപ്പോൾ എത്തും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഇരുന്ന് ഇത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം, വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി തിരികെ വരുമ്പോൾ വാങ്ങണമെന്ന്. അങ്ങനെ അവരുടെ ഈ കറക്കണ രീതിയെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയില്ല. ഞാൻ പെട്ടിയിൽ വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്താ, നമ്മളിവിടെ ഒന്ന് കറക്കി പിള്ളേർ ആണെങ്കിലും കറക്കി കാണിച്ചു തരും. അങ്ങനെ ഞാൻ ഇത് കറക്കി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? യെസ്, ഇത് രസമല്ലേ? ചെറുതായിട്ട് ഇറക്കുമ്പോൾ ഇങ്ങനെ 2-3 ഇതളൊക്കെ വരണമുണ്ട്. ഇതാ 2-3 ഇതൾ ഇങ്ങനെ വരണതുണ്ട്. പിന്നെ സ്പീഡിൽ കറക്കുമ്പോഴത്തേക്ക് വലിയ ഇതളാവും. ഇങ്ങനെയുള്ള ഉത്സവപ്പറമ്പിലായിരുന്നാലും പാവയും ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആക്രാന്തമാണ്. കാരണം എൻ്റെ ബാല്യത്തിൽ ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള ടോയ്സ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് കാണുമ്പോഴത്തേക്ക് ആവശ്യം. ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. പിള്ളേർ, എൻ്റെ മക്കൾ എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം അമ്മേരെ ഇഷ്ടമല്ലേ വാങ്ങിക്കൊണ്ടോ പാവ അതൂത്. പിന്നെ കൊച്ചുങ്ങളൊക്കെ വീടുകളിൽ വരുമ്പോൾ അതൊക്കെ പിള്ളേർ അടിച്ചുകൊണ്ട് പോകും. എന്നാലും ഞാൻ ഇതുപോലെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പോയി അതിൻ്റെ സൈഡിൽ ചെന്ന് നോക്കിക്കൊണ്ട് നിൽക്കും, കുഞ്ഞുങ്ങൾ നോക്കും പോലെ. എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ വാങ്ങിയൊരു ഐറ്റമാണ്. അത് നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ചിലപ്പോൾ നിങ്ങൾ കണ്ട് കാണും, നിങ്ങൾ വാങ്ങി കാണും. പക്ഷേ വീഡിയോ ചെയ്യുന്നത് ഞാൻ മാത്രമല്ലേ, വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ വന്നതല്ലേ. അപ്പോൾ ഇനി ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നിങ്ങളെ കാണിക്കാൻ വരാം കേട്ടോ. ഓക്കേ.